ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയൂ? ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ വ്യത്യസ്തമായിട്ട് പറയാമെന്ന്. അല്ലേ, എപ്പോഴും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയേണ്ടി വരാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിട്ടും റിലേറ്റീവ്സിൻ്റെ ആയിട്ടൊക്കെ ഒരു ബർത്ത്ഡേ മാസത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും പേഴ്സണലൊക്കെ ആയിട്ട് നമ്മൾ വിഷ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും വിഷ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കും. കാരണം അതിനൊരു ഓൾട്ടർനേറ്റീവ് നമുക്ക് പലപ്പോഴും അറിയാറില്ല. അതിന് പകരമായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് എങ്ങനെ സെൻറ്റൻസസ് പറയാമെന്ന് നമുക്ക് പലപ്പോഴും പിടുത്തം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേക്ക് പകരം പറയാൻ പറ്റുന്ന 10 കിഡിലൻ സെൻറ്റൻസസ് ആണ്. ഓക്കെ, 10 കിഡിലൻ വിഷസ് ആണ്. അപ്പോൾ ഇനി ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മുടെ സ്റ്റുഡൻസ് ആരും പറയരുത്. പകരം ഈ 10 എണ്ണത്തിൽ ഒന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓരോ മാസം വെറൈറ്റി ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ 10 എണ്ണവും എഴുതിയെടുക്കണം. ഇനി മുതൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ 10 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രൊജക്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണില്ല. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണില്ല. അതിനോട് മറന്നു കളഞ്ഞേക്ക്. പകരം ഞാൻ ഈ പറയണ 10 സെൻറ്റൻസസ് പഠിച്ചു വെച്ചോ. അത് ഇന്ന് മുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയേക്കും. അപ്പോൾ ബുക്കും പേനൊക്കെ എടുത്തോ. നമുക്ക് ആദ്യത്തെ വിഷയിലേക്ക് പോവാം. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, ഇതുപോലെ ഒത്തിരി ദിവസങ്ങൾ ഇനി ഉണ്ടാകട്ടെ. എന്താ പറയുക, ഒരുപാട് കാലം ഇനി നീ ജീവിക്കട്ടെ. ഇതുപോലെ വിഷ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് സമയങ്ങൾ, ദിവസങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പറയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നല്ല പറയണേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, ഇതുപോലത്തെ നല്ല ദിവസങ്ങൾ ഇനിയും വരട്ടെ എന്ന് പറയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷിലേക്ക് പോവാം. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഒരു നല്ല ഹാപ്പി ബർത്ത്ഡേ നിനക്ക് നേരുന്നു എന്ന് പറയാണ്. ഇങ്ങനെ വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമാണ് പറയാറുള്ളൂ. പകരം നമ്മൾ പറയാണ് വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണതും വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണതും രണ്ടും രണ്ട് ഫീലാണ് അല്ലേ. ഇപ്പം നമ്മുടെ പാരൻസിനായിട്ട്, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, നമ്മുടെ ലവർ ആയിക്കോട്ടെ, ആരോടെങ്കിലും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് പറയണം. അപ്പോൾ നമുക്കിനി മൂന്നാമത്തേക്ക് പോയാലോ. മൂന്നാമത്തത് ഇതാണ്. മേ യുവർ ബർത്ത്ഡേ ബി ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. മേ യുവർ ബർത്ത്ഡേ ബി ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, നിൻ്റെ ബർത്ത്ഡേ ഒത്തിരി സന്തോഷം നിറഞ്ഞതാകട്ടെ, എൻജോയ്മെൻ്റ് ഉള്ളതാകട്ടെ, ഒത്തിരി ഹാപ്പിനെസ് ഉള്ളതാകട്ടെ എന്ന് പറയാണ്. മേ യുവർ ബർത്ത്ഡേ ബി ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, മേ യുവർ ബർത്ത്ഡേ ബി ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. നമുക്ക് ടെക്സ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സെൻറ്റൻസ് ആണ്. ഇന്നാരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇതുപോലെ വിഷ് ചെയ്തു. മേ യുവർ ബർത്ത്ഡേ ബി ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. നാലാമത് വളരെ സിമ്പിൾ ആയിട്ടൊന്നാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് ഇയർ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് ഇയർ. ഓക്കെ, നല്ല ജന്മദിനാശംസകൾ. ഒപ്പം വരും വർഷം നല്ല അടിപൊളിയാകട്ടെ എന്ന് പറയാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് ഇയർ. ഓക്കെ, അപ്പോൾ 4 എണ്ണം കഴിഞ്ഞു. നമുക്കിനി 5ാമത്തേലേക്ക് കിടക്കും. ഹാപ്പി ബർത്ത്ഡേ, I hope it's a great one. Happy birthday. I hope it's a great one. Okay. സന്തോഷ ജന്മദിനാശംസകൾ അല്ലെങ്കിൽ ജന്മദിനാശംസകൾ. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ദിവസമാണ് എന്ന് പറയുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ദിവസമാണെന്ന് പറയുകയാണ്. ഹാപ്പി ബർത്ത്ഡേ, ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ. ഇനി നമുക്ക് 6ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. 6ാമത്തെ ഒരു അടിപൊളി സെൻറ്റൻസ് ആണ്. പറയുന്നതിനേക്കാളും കൂടുതൽ ടെക്സ്റ്റ് ചെയ്യാനായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. Here is to another year of wonderful adventures and happy memories. Happy birthday. Okay, here is to another year of wonderful adventures and happy memories. Happy birthday. Okay, ഒരു പ്രാവശ്യം കൂടി പറയാം. Here is to another year of wonderful adventures and happy memories. Happy ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ടെക്സ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചില ആളുകൾക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തരാമെന്നു. അത് നിങ്ങൾക്കുള്ളതാണ്. ഈ സെൻറ്റൻസ് മറക്കാതെ എഴുതിയെടുത്തോളൂ. ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് 7ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. Warmest wishes on your special day. Happy birthday. Okay, warmest wishes on your special day. Happy birthday. Okay,
Warmest wishes on your special day. Happy birthday. നമ്മൾ പറയാണ് warmest wishes on your special day. Happy birthday. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാണ് warmest wishes on your special day എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, വളരെ രസകരമാണ്, വളരെ സ്റ്റൈലിഷാണ്. ഡെഫിനറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എട്ടാമത്തെ സെന്റൻസിലേക്ക് കിടക്കാം. ഈ എട്ടാമത്തെ നിങ്ങളുടെ സ്വീറ്റ് വൺസിനൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. സെൻഡിങ് യു മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഓൺ യുവർ ബർത്ത്ഡേ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. ഓക്കെ, സെൻഡിങ് യു മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഓൺ യുവർ ബർത്ത്ഡേ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. ഓക്കെ, ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. അടിപൊളിയാണ് അല്ലേ? സ്വീറ്റ് വൺസിനൊക്കെ വിടാൻ പറ്റിയ അടിപൊളി സെന്റൻസ് ആണ്. Sending you my best wishes and lots of love on your birthday. Have a fantastic day. ഇനി നമുക്ക് ഒമ്പതാമത്തെ സെന്റൻസിലേക്ക് കിടക്കാം കേട്ടോ. നമ്മുടെ ചങ്കുകളോടൊക്കെ പറയാൻ പറ്റിയ സെന്റൻസ് ആണ്. Cheers to a fantastic year ahead and a very happy birthday to you. Okay? Cheers to a fantastic year ahead and a very happy birthday to you. Okay? എന്നോട് പറഞ്ഞേ Cheers to a fantastic year ahead and a very happy birthday to you. ഇനി നമുക്ക് അവസാനത്തെ 10ാമത്തെ വിഷിലേക്ക് നമ്മൾ പോവാണ്. ബർത്ത്ഡേ വിഷിലേക്ക് നമ്മൾ പോവാണ്. Wishing you a day filled with love, laughter and lots of birthday cake. Okay? Wishing you a day filled with love, laughter and lots of birthday cake. Wishing you a day filled with love, laughter and lots of birthday cake. അങ്ങനെ നമ്മൾ 10 സെന്റൻസസ്, 10 വെറൈറ്റി സെൻറ്റൻസസ് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന് പകരം, ഹാപ്പി ബർത്ത്ഡേക്ക് പകരമായിട്ട് നമ്മൾ പഠിച്ചു. ഈ 10 നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ 10 നിങ്ങളുടെ കയ്യിൽ ഒരു നിധി പോലെ സൂക്ഷിക്കണം. ഇനി ഓരോ ബർത്ത്ഡേക്കും ഈ 10 നിന്ന് വേണം നമ്മളിനി ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അത് വോയിസ് മെസ്സേജ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ആയിക്കോട്ടെ, ഇതുപോലെ തന്നെ നമ്മൾ വിഷ് ചെയ്യണം. റെഡി? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പതിവ് പോലെ പറയുകയാണ്, ദേ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ IELTS സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്ന് IELTS പഠിക്കും, ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, it's bye from Linto.